ദൈവജനത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. കർത്താവ് ഇന്ന് പകലിൽ നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച അല്ലെങ്കിൽ വായിച്ച് ധ്യാനിച്ച അതേ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവായി ഓർമ്മയുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വേദഭാഗം എടുത്ത് വായിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആരാധനയിൽ ഞാൻ വായിച്ച് പ്രസംഗിച്ചത്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് തുടർന്ന് നമുക്ക് പിന്നെ ആ ഭാഗങ്ങൾ വായിക്കാം. ശ്രദ്ധിക്കുക. ഞാൻ ഓർപ്പിച്ച വിഷയം ഇതായിരുന്നു: ക്രിസ്തുവിൽ തികഞ്ഞവരായി വരിക, അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുക, പുരുഷത്വമുള്ളവരായി മാറുക. ഇതായിരുന്നു എന്റെ പ്രസംഗ വിഷയം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ലേഖനത്തിൽ തികഞ്ഞ മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലേഖനം നമ്മൾ പഠിച്ചാൽ മറ്റു ചില മനുഷ്യരെ കുറിച്ചും ഈ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ആ ഭാഗം പ്രസംഗിക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിച്ചത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുവാനുള്ള താല്പര്യവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് മാത്രം പോയാൽ നമുക്ക് മറ്റു ഭാഗങ്ങൾ ചിന്തിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർമ്മിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മ കാണും. ക്രിസ്തുവിൽ വളർന്നു വരിക, വളരുവാൻ എന്താണ് വളരെ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓർമ്മിച്ചു. ഞാൻ ആ ഭാഗം വേഗത്തിലേക്ക് വരികയാണ്. 12-ാമത്തെ വാക്യം വീണ്ടും വായിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ താഴെ നമ്മൾ വായിച്ചു വരുമ്പോൾ നാം വളരേണ്ടത് ക്രിസ്തു എന്ന തലയോളം വളരുക. അപ്പോൾ ഒരു ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വളർച്ചയിലേക്ക് എത്തുക, പൂർണ്ണ വളർച്ചയിൽ എത്തുക എന്നുള്ളതാണ്. ആ പൂർണ്ണ വളർച്ചയിൽ എത്തുക എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. ഇവിടെ 13-ാം വാക്യത്തിൽ വീണ്ടും സഭയോട് ഓർപ്പിക്കുന്നത് യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനും ആകുന്നു. ദൈവത്തിന് സ്തോത്രം.
അവൾ വളർന്നു വരുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന്റെ കാരണം ആത്മീയ വർധനവിലേക്ക് വരിക, അഥവാ പണിയപ്പെടുക, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരുന്നത്, വളരുക, പൂർണ്ണമായ പക്വത പ്രാപിക്കുക, പണിയുക, വർദ്ധിച്ചു വരിക എന്നൊക്കെ അതിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പക്വതയിലേക്ക് വരുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, വളർച്ചയിലേക്ക് വരുന്നത് പണിയപ്പെടുന്ന ഒരു അനുഭവമാണ് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. പണിയപ്പെടുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ഈ 2 വാക്യങ്ങൾ എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വായിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യം, 10-ാം അധ്യായം 8-ാം വാക്യം. അതിനിമിത്തം ഞാൻ വന്നെത്തിയത് ഇടിച്ചു കളവാനല്ല പണിവാനത്രേ. കർത്താവ് എന്നെ അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം ഉപയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് ഇത് എഴുതും. അവിടെ നമ്മൾ നോക്കിക്കേ, ഞാൻ വന്നെത്തിയാൽ അത് നിമിത്തം അതിലേക്ക് കടക്കുന്നില്ല. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ ദൈവം തന്റെ ജനത്തെ ആക്കി വച്ചിരിക്കുന്നത് ഇടിച്ചു കളയുവാനല്ല പണിയുവാൻ വേണ്ടിയാണ്. ഇനി 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ. കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച് ഒന്നധികം പ്രസംഗിച്ചാലും ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് വീണ്ടും പറയും, നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, പിന്നെ പണിയുവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസിന് കൊടുത്ത ദൈവത്തിന്റെ അധികാരം എന്ന് പറയുന്നത് പണിയുവാൻ വേണ്ടിയായിരുന്നു, ഇടിച്ചു കളയുവാനല്ല. അപ്പോൾ ആത്മീയമായ വർധനവിലേക്ക് ദൈവസഭ, ദൈവജനം മാറ്റപ്പെടുന്നത് പണിതുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. കർത്താവിന്റെ സ്തോത്രം. പണിയേണ്ടതിന് വേണ്ടിയാണ് ദൈവം തന്റെ ജനത്തെ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നത്. അത് ആത്മീയമായ നിലയിൽ ദൈവസഭയെ വർധനവിലേക്ക് കൊണ്ടുവരത്തക്ക നിലയിൽ ദൈവമക്കളുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കപ്പെടുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുവാനിടയായിത്തീരുന്നത്. ഞാൻ വേഗത്തിൽ വരുന്നു. വളർച്ച പ്രാപിക്കുക, വളരണം എങ്കിൽ ഒന്നാമത് ജീവൻ ഉണ്ടായിരിക്കണം. വളർച്ചയില്ലായ്മയുടെ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം ജീവനില്ല. ജീവനുള്ള സകലതും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വളർച്ചയില്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവും വളരുന്നില്ല. ജീവനുള്ളത് മാത്രമേ വളരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ വളർച്ചയിലേക്ക് വരണമെങ്കിൽ ജീവൻ വെളിപ്പെടുവാനിടയാകണം. ജീവൻ വേണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. സർദീസിലെ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനായിരിക്കുന്നു. നമുക്ക് ഇഷ്ടമായ പ്രസംഗത്തിലുള്ള ഒരു ഭാഗമാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് വരികയാണ്, ശ്രദ്ധിക്കണം. സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് ജീവനുണ്ട്,
എന്നാൽ നീ മരിച്ചവനായിരിക്കുന്നു. സ്തോത്രം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുക്കപ്പെടണം. ദൈവത്തിന് കേൾക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കുവാനിടയാകണം. സ്തോത്രം. സമയം വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാരണം, വളർച്ച ഇല്ലായ്മയുടെ കാരണം ജീവനില്ല. അപ്പൊ ജീവനില്ലാത്തത് കൊണ്ട് വളരുന്നില്ല. അപ്പോൾ വളരണം എങ്കിൽ ജീവൻ വേണം. ഇവിടെ സഭയോട് പറയുന്നു, എന്നെ നോക്കിയാൽ നിനക്ക് ജീവനുണ്ട്, പക്ഷേ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിൽ ദൈവജനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർമ്മിക്കട്ടെ. ഹല്ലേലൂയ. ആത്മീയമായി നീ വളരാൻ കഴിയാത്തതിന്റെ കാരണം, സ്തോത്രം, ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട, സ്തോത്രം, ഒരു വിശ്വാസി എന്ന പേരിൽ, അവൻ ഒരു ദൈവവൈതലാണെന്നുള്ള പേരിൽ മാത്രം ജീവിച്ചുകൊണ്ട് ആത്മീയ മരണം സംഭവിച്ചവർ ദൈവസഭകളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നീ ആത്മീയമായി മരിച്ചവനായിരിക്കുന്നത് കൊണ്ട് നിനക്ക് വളരാൻ സാധിക്കുന്നില്ല. ഞാനതിന്റെ സഭയുടെ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളൊന്നും ഓർപ്പിക്കുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. സമയം കിട്ടുമ്പോൾ ഞാൻ ആ ഭാഗം പ്രസംഗിക്കാം. പക്ഷെ ഈ വിഷയത്തോട് കണക്ട് ചെയ്ത് ആ ഭാഗം ഇങ്ങനെ പറയട്ടെ, ജീവൻ വേണം, മരിച്ചവര് വളരാൻ സാധ്യമല്ല. ഇന്ന് പകല് ദൈവസന്നിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതല്, നിനക്കൊരു കാലത്ത് ആത്മീയ ജീവൻ ഉണ്ടായിരുന്നു, ആത്മാവിന്റെ തുടിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആത്മീയമായ നിലയില് ജീവൻ പ്രാപിച്ച് അത് മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ജീവൻ പ്രാപിച്ച അനുഭവം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വെളിപ്പെട്ടിരുന്നു, അത് പാട്ടിൽ വെളിപ്പെട്ടിരുന്നു, പ്രബോധനങ്ങളിൽ വെളിപ്പെട്ടിരുന്നു. സ്തോത്രം. എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടിയാൽ നിന്റെ പാട്ടിനകത്ത് വെളിപ്പെട്ടിരുന്ന ജീവൻ, ഹല്ലേലൂയ, ദൈവജനത്തെ ചലിപ്പിക്കുമായിരുന്നു, ദൈവസഭയെ ചലിപ്പിക്കുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചലനം ഉണ്ടാകുമായിരുന്നു. എഴുന്നേറ്റ് നിന്നാൽ അവൻ സഭ ചലിക്കുമായിരുന്നു. ഇന്ന് പലതും നാമധേയമായ പരിചയമായ നിലയിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ, വളരെ ശക്തമായി ഈ വചനം ഇന്ന് പകലിൽ ദൈവജനം ശ്രദ്ധിച്ച് അനുഭവങ്ങളിൽ അത് പ്രായോഗികമാക്കേണ്ടവർ പ്രായോഗികമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, സൂമിലൂടെയാണ് ഈ ആരാധന നടക്കുന്നെങ്കിലും ചലനം ദൈവമക്കളിലുണ്ട് എന്നെനിക്കറിയാം, ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. പലരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. കർത്താവിന്റെ സ്തോത്രം. വളരെ പ്രാർത്ഥിച്ച് വളരെ ഒരുങ്ങി ദൈവസന്നിധിയിൽ ദൈവിക ദൂതൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളർച്ചയില്ലാത്തതിന്റെ കാരണം ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ജീവനുണ്ടെന്ന പേരിൽ മാത്രമായിരിക്കുവാനല്ല, ആത്മീയ ജീവനിലേക്ക് ദൈവമക്കൾ മടങ്ങി വരട്ടെ, ദൈവസഭ മടങ്ങി വരട്ടെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ പ്രാർത്ഥനയിൽ ചലനമുണ്ടായിരുന്നു, സാക്ഷിയിൽ ചലനമുണ്ടായിരുന്നു, ആരാധനയിൽ ചലനമുണ്ടായിരുന്നു. മുട്ടുമടക്കി ഒരു സ്തോത്രം പറഞ്ഞാൽ ആ
അവൻ ദൈവസഭയെ ചലിപ്പിക്കുമായിരുന്നു. ഇന്ന് പ്രാർത്ഥനയുണ്ടെങ്കിലും ചലനമില്ല, പാടുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ചലിക്കുവാൻ കഴിയുന്നില്ല, സ്തോത്രം പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് സ്തോത്രം വരുന്നില്ല, ചലിപ്പിക്കുവാൻ കഴിയുന്നില്ല. നീ എവിടെയോ ആത്മീയ മരണം സംഭവിച്ചു. രക്തം ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ആത്മീയമായി മരണിച്ചിരിക്കുന്നത് കൊണ്ട് വളരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, കേൾക്കുവാൻ കഴിയുന്നില്ല, കാണുവാൻ കഴിയുന്നില്ല, സ്പർശിക്കുവാൻ കഴിയുന്നില്ല, അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കൂ, ആത്മീയമായ ജീവൻ നഷ്ടപ്പെട്ടത് കൊണ്ട് ദൈവ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ദർശനങ്ങൾ കാണാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, സ്തോത്രം പറയാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ സഭായോഗം ചില ജീവിതങ്ങളുടെ മാറ്റത്തിന് കാരണമായി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ, വചനത്തിന്റെ ശക്തി ഈ പകലിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ വളരാത്തതിന്റെ കാരണം, ഞാൻ അവിടെ മാത്രം നിന്നാൽ എന്റെ സമയം പോകുന്നുള്ളത് കൊണ്ട് സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അവിടെ അല്പം മാറാൻ താല്പര്യപ്പെടുകയാണ്. വളരാൻ കഴിയാത്തതിന്റെ കാരണം ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മാത്രം പ്രസംഗിക്കാൻ, ഒരു ദിവസം പ്രസംഗിക്കാനുള്ള വിഷയം അതിനകത്ത് കിടപ്പുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ പ്രസംഗിക്കാം. എന്റെ വിഷയം അല്ലെങ്കിൽ മാറിപ്പോകും, ശ്രദ്ധിക്കുക. അപ്പോൾ ജീവൻ ഇല്ലാത്തത് കൊണ്ട് വളരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ജീവനുണ്ട്, പക്ഷേ ചിലത് മുരടിച്ചു പോകും. കർത്താവിന്റെ സ്തോത്രം. നോക്കിയാൽ ജീവനോടെ നിൽക്കുന്നു. നമ്മുടെ കൃഷി ചെയ്യുന്നവരും വൃക്ഷങ്ങൾ നട്ടിട്ടുള്ളവരും ഒക്കെ എന്റെ മുൻപിലുണ്ടാകും. ചിലതിന് എത്ര വളം ഇട്ട് കൊടുത്താലും മുരടിച്ചേ നിൽക്കുകയുള്ളൂ, വളരുകയില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഇതിനെന്തോ രോഗം ബാധിച്ചു എന്നുള്ളതാണ് കാരണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ആത്മീയ രോഗം ബാധിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞ കാര്യം, ആകയാൽ സന്തുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ. അത് ഓരോന്ന് എടുത്തു പറയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ഞാൻ അത് ഭാഗം അങ്ങനെ പറഞ്ഞു നിർത്തിയായിരുന്നു. നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൽ വാഞ്ചിപ്പിൻ. നമുക്ക് കാണാതെ അറിയാം. സ്തോത്രം. അവിടെ പത്രോസ് എഴുതിയ ഒരു കാര്യം, രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ നീക്കിക്കളയണം. അപ്പോൾ വളരാത്തതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇതിനെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, എന്തോ കേട് സംഭവിച്ചിട്ടുണ്ട്. Praise the Lord. Praise the Lord. എഫ്രയീമിനെ കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം എന്റെ ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ. എഫ്രയീമേ, നിനക്ക് പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഇപ്പോൾ ഓടി വന്നൊരു വാക്യമാണ്. എഫ്രയീമേ, നിനക്ക് പുഴുക്കുത്ത് പിടിച്ചു. എഫ്രയീമേ, മറിച്ചിടാത്ത ദോശ. എഫ്രയീമിനെ കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കാര്യമാണ്, നിനക്ക് പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നു, കേട് സംഭവിച്ചിരിക്കുന്നു, പുഴു കേറിയിരിക്കുന്നു, നിന്നെ തിന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാന് ഒരു ആത്മീയ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗം നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്ത് സംഭവിച്ചു? പുഴുക്കുത്തു പിടിച്ചു. അപ്പൊ വളരെ ശക്തിയോടെ നിന്നു, വളർന്നു നിന്നു, പുഷ്ടിയോടെ നിന്നു, വളർന്നുകൊണ്ടിരുന്നു, ഫലം കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിന്റെ വളർച്ചയെല്ലാം നഷ്ടപ്പെട്ടു, ഫലം നഷ്ടപ്പെട്ടു, പുഷ്ടി നഷ്ടപ്പെട്ടു. ഈ വൃക്ഷത്തിന് കേടുകൾ സംഭവിച്ചു. ഇതുകൊണ്ട് തുടർന്ന് വളരാൻ കഴിയുന്നില്ല. പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നു, പുഴു കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വൃക്ഷത്തിന് കേട് സംഭവിച്ചു. നീ വളരാത്തതിന്റെ കാരണം എന്നറിയാമോ? വളം കിട്ടാത്തത് കൊണ്ടല്ല, വെള്ളം കിട്ടാത്തത് കൊണ്ടല്ല. അതിന്റെ ആത്മീയവശം പറയാം. വചനം കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല. 24 മണിക്കൂറും ആത്മീയമായി ജീവിക്കേണ്ടുന്നവർക്ക് ആത്മീയ പോഷണം ലഭിക്കുന്നതിന് ഇത് മാധ്യമങ്ങളുണ്ട്. ആമേൻ, ആമേൻ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ വളവും വെള്ളവും ഒക്കെ ഇതിന് കിട്ടുന്നുണ്ടെങ്കിലും ആത്മീയപരമായ പുഴുക്കുത്ത് കയറിയത് കൊണ്ട് നിന്റെ വളർച്ച നഷ്ടപ്പെട്ടു പോയി. ചിലതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇതിന്റെ അകത്തുകൂടെ കയറി തിന്ന് ഇതിനെ ആരോഗ്യത്തെ തകർത്ത് ഇതിന്റെ കേടുപാടുകൾ സംഭവിപ്പിച്ചതിനെ ക്ഷയിപ്പിച്ചതിന് ശേഷം മാത്രമേ പുറത്തറിയാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകലിൽ നീ വളരാത്തതിന്റെ കാരണമെന്നറിയാമോ? ചില പുഴു കയറി തിന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് തിരിച്ച് ചിന്തിക്കണേ. കർത്താവിന്റെ സ്തോത്രം. ഇത് തിന്നുകൊണ്ടിരിക്കുക, ഇതാരും കണ്ടില്ല. വളരെ രഹസ്യമായി. ചില തെങ്ങുണ്ടല്ലോ, തെങ്ങ്, ചില വാഴകൾ, ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിന്റെ മണ്ട ഒടിഞ്ഞ് വീഴുമ്പോൾ മാത്രമേ നമുക്കിത് ചളി കയറിയെന്നോ പുഴു കയറിയെന്നോ ഇതിനകത്ത് ഏതോ പ്രാണികൾ കയറി ഇതിനെ തിന്ന് നശിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്നൊന്നും അറിയാൻ കഴിയുകയില്ല. ഇത് ഒടിഞ്ഞു വീഴുമ്പോഴോ ഇത് ഉണങ്ങിപ്പോകുമ്പോൾ മാത്രമേ നമുക്കറിയുവാൻ കഴിയുന്നുള്ളൂ. വൻ മരങ്ങളെ ഉണക്കിക്കളഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് പകലിൽ ശ്രദ്ധിക്കുന്ന സഭയോട് വളരെ സ്നേഹത്തിൽ ആത്മനിറവിൽ ഞാൻ പറയുന്നു, ആത്മനിറവിൽ പറയുന്നു. സ്തോത്രം. ചില പുഴു കയറി നിന്റെ ആത്മീയ വളർച്ചയെ തകർത്ത് കളഞ്ഞു. അത് ലോകത്തിന്റെ സ്നേഹമാകുന്ന പുഴു, ധനമാകുന്ന പുഴു, ജഡമാകുന്ന ജഡത്തിന്റെ പ്രവർത്തികളാകുന്ന പുഴു. ആമേൻ, ആമേൻ. വിശദീകരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. പാപമാകുന്ന പുഴു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ദ്രവ്യാഗ്രഹം, അശുദ്ധി. ആമേൻ. ഈ പുഴുക്കളെല്ലാം ഒരാത്മീയന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തകർത്തു. ഇതിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം വളരെ ശാന്തമായി പ്രാർത്ഥനയോടെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. വളരെ പ്രാർത്ഥനയോടെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിലെ? കർത്താവിന് സ്തോത്രം. ആത്മീയപരമായി ശോഭിക്കേണ്ടുന്നവർ,
ആത്മീയപരമായി ശോഭിച്ചു നിന്നവർ, വളർച്ച പ്രാപിച്ചു കൊണ്ടിരുന്നവർ, സ്തോത്രം, പുഷ്ടിയോടുകൂടി ആലയത്തിൽ നിന്നവർ, എന്റെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിച്ചു കൊണ്ടിരുന്ന ദൈവജനം, ദൈവസഭകളുടെ അനുഭവങ്ങൾ ഇന്ന് മുരടിച്ചിരിക്കുന്നു, വളർച്ചയില്ലാതിരിക്കുന്നു. ഈ പകലിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ആത്മീയമായ മുരടിപ്പ് മാറിയിട്ട് ആത്മീയ വളർച്ചയിലേക്ക് വരുവാൻ വേണം ദൈവസ്ഥലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഈ ആത്മീയ വളർച്ചയെ തിന്നുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം, ദൈവവചന ധ്യാനം, ആത്മനിറവിന്റെ ആരാധനയുടെ അനുഭവം, ദൈവമായി സംസർഗം പുലർത്താൻ കഴിയാത്ത അനുഭവം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ പകലിൽ ദൈവസ്ഥലം വീണിട്ട് ഒന്ന് മടങ്ങി വരാൻ എത്ര ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കും. എത്ര ദൈവമക്കൾ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ ഈ പകലിൽ വചനത്തിന് ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിന്റെ സ്തോത്രം, വളർച്ചയില്ലായ്മയുടെ രണ്ട് കാരണം എന്ന് പകൽ ഞാൻ പറഞ്ഞത്. ഒന്ന്, ജീവനില്ലാത്തത് വളരുന്നില്ല, ജീവൻ പ്രാപിക്കുക. രണ്ടാമത്തത്, മുരടിച്ചുപോയി അഥവാ രോഗം ബാധിച്ചുപോയി, രോഗിയായി തീർന്നു, രോഗബാധിതരായി. അതിനൊരിക്കലും ജീവനോടെ നിൽക്കാൻ കഴിയുന്നെങ്കിലും വളർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക്, ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ വൃക്ഷം മാറ്റപ്പെടുകയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളർച്ചയില്ലാത്ത മൂന്നാമത്തെ കാരണം പോഷകക്കുറവാണ്, വൈറ്റാമിന്റെ കുറവാണ്. ചില സന്ദർഭങ്ങളിൽ പത്രങ്ങളിൽ വയനാട് പ്രദേശങ്ങളിലുള്ള ചില കുഞ്ഞുങ്ങളുടെ ഫോട്ടോകൾ വരാറുണ്ട്. അവരുടെ വളർച്ചയുടെ കാരണം ജീവനുണ്ട്, പക്ഷേ ആഹാരത്തിന്റെ കുറവ്, പോഷകക്കുറവ് അല്ലെങ്കിൽ വൈറ്റാമിൻസ് കുറവ്. എന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഫോട്ടോകൾ നമ്മുടെ പത്രങ്ങളിൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എല്ലും തോലുമായ, ജീവനോടെ ഇരിക്കുന്നത് മാത്രം പറയത്തക്ക നിലയിലുള്ള കുഞ്ഞുങ്ങൾ. അവർക്ക് ആരോഗ്യമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടത് മറ്റു കാരണങ്ങളല്ല, അതിന് ലഭിക്കേണ്ടുന്ന പോഷകങ്ങൾ ലഭിച്ചില്ല. ഇന്ന് പകലിൽ ആത്മീയമായി വളരണമെങ്കിൽ ദൈവ വചനമെന്ന അപ്പവും പരിശുദ്ധാത്മാവെന്ന വെള്ളവും ദിനം തോറും കുടിക്കുന്നെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയുകയുള്ളൂ. മുൻകാലങ്ങളെ പോലെയുള്ള വചനധ്യാനം ജീവിതത്തിലുണ്ടോ? മുൻകാലങ്ങളെ പോലെയുള്ള പ്രാർത്ഥന ജീവിതം നമ്മിലുണ്ടോ? മുൻകാലങ്ങളെ പോലെ ആത്മാവിലുള്ള ആരാധനയുണ്ടോ? ഞാൻ ആരാധിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, ആരാധനയുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ആത്മാവിനുള്ള ആരാധനയുണ്ടോ? ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഇരുന്ന് ആരാധന കൂടുന്നവരാണ്. ആരാധന കാണുന്നവരും ആരാധിക്കുന്നവരുമാണ്. സ്നേഹത്തോടെ ഞാൻ ഓർമ്മിക്കാം, നമ്മൾ ആരാധന കാണരുത്, നമ്മൾ ആരാധിക്കുന്നവരാകണം. ആരാധിക്കുന്നവരാകണം. എന്റെ പ്രസംഗം കാണാനല്ല നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥ ഇരിക്കണം. കണ്ടാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല, പക്ഷേ ഇത് ആസ്വദിക്കുവാൻ, ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഇത് ഫലത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ചില മാസങ്ങളായി ആലയത്തിൽ ആരാധിപ്പാൻ കഴിയുന്നില്ല, യാഥാർത്ഥ്യമാണ്. എന്റെ ചോദ്യം, വ്യക്തിപരമായ ആത്മീയ ആരാധനയുണ്ടോ?
വ്യക്തിപരമായി കുടുംബങ്ങളിൽ ആരാധനയുണ്ടോ? സ്തോത്രം. പ്രാർത്ഥനയുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. കുടുംബ പ്രാർത്ഥന കാണും, അതുകൊണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? വ്യക്തിപരമായി കുടുംബത്തിനകത്ത് കുടുംബമായിരുന്ന് ആത്മനിറവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച എത്ര ദൈവമക്കളുണ്ട്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും, നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ തന്നെ ചോദിക്കും. ദൈവം നിങ്ങളുമായിട്ട് തീർന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചവര് കാണും. എല്ലാവരും പ്രാർത്ഥിച്ചു കാണും എന്നാണ് എന്റെ വിശ്വാസം. പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ 1 മണി കഴിഞ്ഞു. ഇവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ദൈവജനം ധ്യാനിച്ച് ദൈവസ്ഥലിൽ ഇരുന്ന് കട്ടിലേക്ക് പോയപ്പോൾ 1 മണി കഴിഞ്ഞു. 4:30 മണിക്ക് എഴുന്നേറ്റു. എത്ര മണിക്കൂർ എത്ര സമയം ഉറങ്ങുന്നതാണ് ശ്രദ്ധിക്കൂ. വീണ്ടും ഞാൻ ദൈവമക്കളെ ചോദിക്കുന്നു, ഇന്ന് രാവിലെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച എത്ര ദൈവമക്കളുണ്ട്? ഹോളിനകത്ത് വന്നില്ല, ആരാധിക്കാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ പരാതിയാണ്. പക്ഷേ വ്യക്തിപരമായ വളർച്ചയിലേക്ക് വരണമെങ്കിൽ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്താ ആത്മീയജീവിതം എന്ന് പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആഴ്ചോറും വന്ന് അപ്പം നുറുക്കി ഒരു സ്വോത്ര കാഴ്ച വിട്ടിട്ട് പോകുന്നതാണോ ആത്മീയജീവിതം? ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം പുഷ്ടിപ്പെടുത്തണം ആത്മീയമായി. ജഡത്തെ മരിപ്പിച്ചിട്ട് ആത്മമനുഷ്യനെ പുഷ്ടിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ നിറവോടുകൂടിയാണ് ഈ ഭാഗം നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധി ദിവസങ്ങളിൽ ദൈവമക്കൾ ആത്മാവിൽ ഒരുക്കപ്പെടാൻ ഇടയാകട്ടെ. അപ്പോൾ വളരാത്തതിന്റെ 3 കാരണങ്ങൾ ചുരുക്കവാക്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, നിർജീവാവസ്ഥ അല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥ. രണ്ടാമത് വളർന്ന് നിൽക്കുന്നെങ്കിലും രോഗം ബാധിച്ചത് കൊണ്ട് വളർച്ച കഴിയുന്നില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, പോഷകക്കുറവ് ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നു, വളർച്ചയെ ബാധിച്ചിരിക്കുന്നു. ഇത് ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഭാഗം ഞാൻ വിടുകയാണ്. മറ്റൊരു ഭാഗത്തേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീരുന്നിടത്തോളം തീർക്കാം, അല്ലെങ്കിൽ പിന്നെ ഒക്കുന്ന സമയത്ത് പ്രസംഗിക്കാൻ ഉണ്ടെങ്കിൽ. അടുത്തൊരു തലമാണ് വളർച്ചയുടെ 2 തലങ്ങളുണ്ട്. വളർച്ചയുടെ 2 തലങ്ങളുണ്ട് ആത്മീയപരമായി. ഒന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്, അതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നു. വ്യക്തിപരമായി വളർച്ച പ്രാപിക്കുക, വ്യക്തിപരമായി വളരുക. രണ്ടാമതായി ദൈവസഭയ്ക്ക് വളർച്ച ഉണ്ടാകണം. ദൈവസഭയ്ക്ക് വളർച്ച ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി വളരുവാനുള്ള കാരണം പത്രോസ് പറഞ്ഞു, രക്ഷയ്ക്കായി മായമില്ലാത്ത വചനമെന്ന പാല് കുടിച്ച് വളരണം. അത് വ്യക്തിപരമായി വളരേണ്ടതാണ്. എന്നാൽ സഭ വളരുന്നതിനെ കുറിച്ചാണ് ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേഗത്തിൽ വരികയാണ് 12-ാം വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്വത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകും. ആമേൻ.
കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ദൈവസഭ വളരണം, ദൈവസഭ വർദ്ധനവിലേക്ക് വരണം, ദൈവസഭ പണിയപ്പെടണമെന്നാണ് പൗലോസിന്റെ ആഗ്രഹം. ശ്രദ്ധിക്കണമേ എല്ലാവരും, ചില മിനിറ്റിലൂടെ അവസാനിപ്പിക്കാം. അപ്പൊ ദൈവസഭ വർദ്ധനവിലേക്ക് വരണമെങ്കിൽ പൗലോസിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നാം എല്ലാവരും, പൗലോസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. നാം എല്ലാവരും വിശ്വാസത്തിനും, രണ്ട് ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനും, മൂന്ന് ഐക്യതയും തികഞ്ഞ പുരുഷത്വം. ഇനി നോക്കൂ, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമോ. സ്തോത്രം. തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ദൈവസഭ വരണം. ആ ദൈവസഭ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിശ്വാസത്തിൽ, പരിജ്ഞാനത്തിൽ, ഐക്യതയിൽ തികഞ്ഞവരാകും. ശ്രദ്ധിച്ചോ? അപ്പോൾ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരുമ്പോൾ പക്വതയുള്ളവരായി മാറുന്നു. ആ പക്വത പ്രാപിക്കുമ്പോൾ വിശ്വാസം, പരിജ്ഞാനം, ഐക്യത, ഇതിൽ തികഞ്ഞ പുരുഷത്വമുള്ളവരായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്ന എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ പുരുഷത്വത്തിന്റെ ലക്ഷണം എന്താ? ഒരു യൗവനക്കാരൻ തന്റെ ബാല്യകാലം, യൗവനകാലം ഒക്കെ കഴിഞ്ഞ് പുരുഷത്വത്തിലേക്ക് വരുമ്പോൾ ശാരീരിക ഘടനകൾക്ക് മെല്ലെ മാറ്റമുണ്ടാകുന്നത് പോലെ തന്നെയാണ് ഒരു ആത്മീയമായ ദൈവവൈതൽ പുരുഷത്വത്തിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കണം. ഹല്ലേലൂയ. ആ മാറ്റം എന്ന് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്റെ പഠനത്തിൽ, പ്രാർത്ഥനയിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ, പരിജ്ഞാനത്തിൽ, ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വം കാണിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കൾ, ദൈവസഭ ഏതിലേക്ക് വരണം? വിശ്വാസത്തിലേക്ക് വരണം. ഹല്ലേലൂയ. പരിജ്ഞാനത്തിലേക്ക് വരണം. പരിജ്ഞാനം ഇല്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ജനം നശിച്ചു പോകാൻ കാരണം പരിജ്ഞാനമില്ല എന്ന സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പോൾ പരിജ്ഞാനത്തിലേക്ക് വരിക, വിശ്വാസത്തിലേക്ക് വരിക, അടുത്ത് പറയുന്നു ഐക്യതയിലേക്ക് വരിക. സ്തോത്രം. പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഇന്ന് പകലിൽ ഞാൻ ആ ഭാഗം അങ്ങനെ നിർത്തുന്നു. അവസരം കിട്ടുമ്പോൾ ദൈവനിയോഗമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വാക്യം പ്രസംഗിക്കാം, നിയോഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ ഞാൻ പ്രസംഗിക്കാം. ഇന്ന് പകലിൽ ഞാൻ ഇപ്പോൾ എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആത്മീയ വളർച്ചയിലേക്ക് ദൈവമക്കൾ എത്തിപ്പെടുവാൻ ഇടയാകണം. ആത്മീയമായ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് മടങ്ങി വരുവാൻ ഇടയാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റു ശുശ്രൂഷകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2-3 മിനിറ്റുകൾ നിങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഒരുക്കപ്പെടുകയാണ് ഇന്ന് പകലിൽ. എനിക്കറിയാം ആത്മാവ് ചിലരെ തട്ടി ഉണർത്തിയിട്ടുണ്ട്. സ്തോത്രം. ഈ ഭാഗം പൂരിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നെനിക്കറിയാം. എങ്കിലും സ്തോത്രം, ആമേൻ, കർത്താവിന് നമ്മോട് ഇടപെടുവാൻ കഴിയും. കർത്താവിന് നമ്മോട് സംസാരിപ്പാൻ കഴിയും. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 മിനിറ്റുകൾ സമർപ്പണത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. എനിക്കറിയാം
ഞാൻ വീണ്ടും പറയുന്നു, ഭവനങ്ങളിലാണ് ഇരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ വളർച്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ആത്മീയമായ രോഗം പിടിച്ചവരുണ്ട്. ആത്മീയമായ പുഷ്ടി നഷ്ടപ്പെട്ടവരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മകളില് മുന്നേ കണ്ടുകൊണ്ട് പറയുന്നു, ആത്മീയമായ ജീവൻ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജീവന്റെ പുതുക്കം എന്ന മകളില് പ്രാപിച്ചെടുക്കുക. കർത്താവിന്റെ സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ആരാധന അനുഭവങ്ങൾ, ആത്മനിറവിന്റെ അനുഭവങ്ങൾ. ഓ, വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവകൃപയുടെ പകർക്കാലം വർദ്ധിക്കട്ടെ. എവിടെയെല്ലാം ആത്മീയ വളർച്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ഞാൻ എന്റെ സഭയെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഉണരുവാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? സമർപ്പണത്തോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തിയുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് പാടാൻ ആരോഗ്യമുള്ള ദൈവമക്കൾ കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അല്ല എങ്കിൽ സ്തോത്രം പറയാൻ കഴിയുമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അറിവില്ലാത്തവരാരും ഇവിടെ ഇല്ലല്ലോ. ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അന്യഭാഷ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്തോത്രം പറയാൻ കഴിയുമല്ലോ. ആരും മണി വിചാരിക്കരുത്. ശബ്ദം ഉയരട്ടെ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ. ഇന്ന് പകലിൽ എനിക്കറിയാം ഒരു വിടുതൽ നടക്കുന്ന ഒരു പകലാണ്. ചിലരുടെ ആത്മീയ മണ്ഡലത്തെ പരിശുദ്ധാത്മാവ് തൊടുന്ന ഒരു പകലാണ്. അതെന്റെ ശരീരത്തിൽ എനിക്കറിയാം, അതെന്റെ ആത്മാവിൽ എനിക്കറിയാം. നമ്മുടെ പരിചയങ്ങൾ മാറ്റിവെക്കാം, നമ്മുടെ അറിവ് മാറ്റിവെക്കാം, നമ്മുടെ കഴിവുകൾ മാറ്റിവെക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ദൈവസന്നിധിയിലേക്ക് താഴാം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ചേർന്ന് പാടാൻ തുടങ്ങുന്ന സമയമാണ്. ചേർന്ന് പാടാൻ തുടങ്ങുന്ന സമയമാണ്. ഈ സമയം നമ്മൾ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ സ്തോത്രകാഴ്ച അർപ്പിക്കുകയും അതോടൊപ്പം കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ അല്പസമയങ്ങൾ വേർതിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക, എന്ന പാത്രങ്ങൾ നിറച്ചിടുക. ഒരുക്കങ്ങൾ തികച്ചിടുക, നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക, എന്ന പാത്രങ്ങൾ നിറച്ചിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റും അടുത്തുപോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റും അടുത്തുപോയൊരുങ്ങിടുക.
ശിരസേ മണവാളൻ വരവേറ്റവാടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ വരവേറ്റവാടുത്തു പോയൊരുങ്ങിടുക. വരങ്ങളാൽ നിറഞ്ഞും വരങ്ങളാൽ വളർന്നും വരവിക്കൽ ഗമിച്ചിടുക. വരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ വളർന്നും വരവിക്കൽ ഗമിച്ചിടുക. തികച്ചിടുക നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക. എന്ന പാത്രങ്ങൾ തികച്ചിടുക ഒരു കണ്ണിൽ തികച്ചിടുക. നിന്റെ ദീപങ്ങൾ തെളിച്ചിടുക എന്ന പാത്രങ്ങൾ തികച്ചിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ ഒരുങ്ങിടുക. ഉണരുക സഭയെ ഉയർത്തുക ശിരസേ മണവാളൻ ഒരുങ്ങിടുക. രാത്രി കഴിവാറായി പകലൊക്കെ അടുത്തു മാത്രമേ രാത്രി കഴിവാറായി പകലൊക്കെ അടുത്തു മാത്രമേ ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലത്തിൽ അടച്ച് സമർപ്പണമുള്ള ദൈവമക്കൾ ദൈവസ്ഥല കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കും. എവിടെയാണ് നമ്മുടെ ആത്മീയ വളർച്ച നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിലാകട്ടെ. എവിടെ നഷ്ടപ്പെട്ടു? എവിടെ ജീവൻ നഷ്ടപ്പെട്ടു? എവിടെ വളർച്ച നഷ്ടപ്പെട്ടു? സഭയെ ഇന്ന് മകനെ തിരിച്ചറിയൂ. പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തുകയാണ്. ഹൃദയങ്ങളോട് അവൻ വാദിക്കുകയാണ്. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് വാദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആത്മാവിൽ അത് അറിയുന്നു. ഒരു മാറ്റത്തിന്റെ ദിനങ്ങളാക്കി ദൈവസഭയെ മാറ്റാൻ പോവുകയാണ്. ആത്മീയ വളർച്ച മാത്രമല്ല തടഞ്ഞു നിർത്തിയത് ദുഷ്ടൻ. ചില സാമ്പത്തിക വളർച്ചകൾ
ചില ഭൗതിക മണ്ഡലങ്ങളിലുള്ള വളർച്ചകൾ ദുഷ്ടൻ വേലികെട്ടി അടയ്ക്കുന്നത് പോലെ അടച്ചിരിക്കുന്നു. ദിവസങ്ങളിൽ ആത്മീയ വളർച്ചയിലേക്ക് നീ മടങ്ങി വന്നാൽ അതിന്റെ കെട്ടുകളെയും സ്വർഗ്ഗത്തിലെ ദൈവം അഴിപ്പാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെയോ ആത്മാവിധ ഇടപെടുന്നു. ദിവസങ്ങളിൽ ചില മേഖലകളിലുള്ള വളർച്ചകളെ തടഞ്ഞു നിർത്തിയ ഇരുട്ടിന്റെ ചില ശക്തികളെ സ്വർഗം ശാസിക്കുന്ന ദിവസങ്ങളായി മാറുകയാണ്. ചിലതിന്റെ കെട്ടുകൾ അഴിയപ്പെടുന്ന ദിവസങ്ങളായി മാറുകയാണ്. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിയോഗമുള്ള ദൈവദാസന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കം വാക്കിൽ കേട്ട വചനത്തിന്റെ മുൻപിൽ സഭയെ ദൈവസ്ഥയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിയോഗമുള്ള ദൈവദാസന്മാർക്ക് ആർക്കെങ്കിലും ചുരുക്കമായി വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്ന കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ആത്മാവിലും സത്യത്തിലും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച നല്ല പാൽക്കാലത്തിനായി സ്തോത്രം, 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 സ്തോത്രം. താവേ, ഇത്രത്തോളം സമയം നിന്റെ കൃപയിലായിരിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളോട് മനസ്സലിഞ്ഞതിനാൽ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വീണ്ടും മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എപ്രകാരമെന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയാൽ ഈ പാൽക്കാലം അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം എപ്രകാരമാണപ്പാ? മുരടിക്കുന്ന അനുഭവമാണോ? പുഴുക്കുത്തു വീണ അനുഭവത്തിലാണോ? അതോ വളർച്ചയുടെ വഴിയിലാണോ എന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഇട നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ കഴുകേണ്ടുന്ന പോലെ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തോട് ഈ ദിവസങ്ങളില് ആത്മീയമായ വർധനവിനെ പ്രാപിച്ച് ആമേൻ പുഴുക്കുത്തിനെ എല്ലാം അകറ്റി ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് ഇടം നൽകി ഉന്നതനാമ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ വചനം കേട്ട് ഹല്ലേലൂയ ചതിക്കുന്നവരായി തീരുന്നുവാനല്ല, അവിടുത്തെ വചനത്തിൽ അടിസ്ഥാനമിട്ട് ആ വചനത്തിലൂടെ വേരൂന്നി വളർന്ന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിപ്പാന് ഈ ദിവസങ്ങളിൽ കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. താവേ, അങ്ങയുടെ വൃത്തിനെ എടുത്ത് ഉപയോഗിച്ച വലിയ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുറന്ന് ഞങ്ങളെ മാനിച്ചാട്ട് കർത്താവേ, കേട്ട വചനം കർത്താവേ ഉള്ളില് സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിത വഴികളെ ക്രമീകരിച്ച് ആത്മീയമായ ഓരോ നിമിഷവും വർധനവിന് പ്രാപിപ്പാന് അന്യഭാഷയില് പുതുഭാഷയിൽ സംസാരിക്കുന്നവരായി ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. പ്രവർത്തികള് നിർജീവമായി തീരുവാനല്ല, ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ തക്കവണ്ണം ആത്മാവിനെ ഇവിടുന്ന് കൃപ തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. മഹത്വം മുഴുവൻ അപ്പച്ചന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.